പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. രാജേഷ് നാദാപുരമാണ്. ആചാര്യ ചാണക്യൻ നിശബ്ദത പാലിക്കേണ്ട 10 സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും പ്രധാനമാണ് പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയുക, പലതും പറയാതിരിക്കേണ്ട സമയത്ത് നിശബ്ദത പാലിക്കുക. ആ 10 സന്ദർഭങ്ങൾ ഏതാണ്? 1, വിഡ്ഢികളുടെ മുന്നിൽ നിശബ്ദത പാലിക്കണം. ദേഷ്യം വരുമ്പോൾ നിശബ്ദത പാലിക്കണം. നമ്മൾ ഗോസിപ്പുകളാൽ ചുറ്റപ്പെടുമ്പോൾ പ്രതികരിക്കാൻ പോകരുത്, നിശബ്ദത പാലിക്കണം. ധാർഷ്ട്യമുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നിശബ്ദത പാലിക്കണം. 5, ക്രൂരന്മാരുടെ അരികിൽ ചെല്ലുമ്പോൾ നിശബ്ദത പാലിക്കണം. 6, സ്വേച്ഛാധിപതികളുടെ മുന്നിൽ നിശബ്ദത നിർബന്ധമാണ്. മദ്യപാനികളോട് നിശബ്ദത പാലിക്കണം. നമുക്ക് ഒരുപാട് ദുഃഖ ആധിക്യമുള്ളപ്പോൾ നിശബ്ദത പാലിക്കണം. 9, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിന് മുന്നിൽ നിശബ്ദത പാലിക്കണം. 10, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിശബ്ദത പാലിക്കണം. ഇത് വളരെ മനോഹരമാണ്. നമുക്കിതൊന്ന് വിശകലനം ചെയ്താൽ, 1, വിഡ്ഢികളോട് തർക്കിക്കരുത് എന്നതാണ്. ഒരു ദിവസം ഒരു കിളി ഒരു കാഴ്ച കാണുകയാണ്. ഒരു കുരങ്ങൻ മിന്നാമിനുങ്ങിനെ പിടിച്ച് കരിയിലേക്കിടയിൽ വെച്ചുകൊണ്ട് ഊതുകയാണ്. അതായത് മിന്നാമിനുങ്ങിനെ തീയാക്കി മാറ്റാൻ പറ്റുമെന്ന വിശ്വാസത്തിൽ. ഇത് കണ്ടപ്പോ കിളി പറന്നു വന്ന് കുരങ്ങന്റെ അരികിൽ നിന്നിട്ട് പറഞ്ഞു, അല്ലയോ കുരങ്ങ, ഇത് തീയല്ല, ഇത് മിന്നാമിനുങ്ങാണ്, നീ ഊതിയിട്ട് കാര്യമില്ല, ഇതൊരിക്കലും കത്തില്ല എന്ന്. ഇത് തീയാണ്, ഇത് കത്തും എന്ന് കുരങ്ങ് പറഞ്ഞു. വീണ്ടും വീണ്ടും ഉപദേശിച്ചുകൊണ്ടേയിരുന്നു കുരങ്ങിനെ കിളി. ഒടുവിൽ സഹികെട്ട് ഉപദേശം ബോറടിച്ച കുരങ്ങൻ ഒരു തല്ല് വെച്ചു കൊടുത്തു. കിളി ചത്തുപോയി. വിഡ്ഢികളോട് ഉപദേശത്തിനോ വിഡ്ഢികളോട് സംവാദത്തിനോ നിൽക്കുമ്പോൾ നാം നമ്മുടെ വ്യക്തിത്വത്തെ പണയപ്പെടുത്തുന്നെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. നമുക്കുള്ളിലെ ആസുരിക ശക്തി ഉണരുന്നു. അവരുടെ തലത്തിലേക്ക് നമ്മൾ അധപ്പതിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിഡ്ഢികളുടെ മുന്നിൽ നിശബ്ദത പാലിക്കുവാൻ ആചാര്യ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു. 2, അങ്ങേയറ്റം ദേഷ്യം വരുമ്പോൾ. നമ്മുടെ എല്ലാവരിൽ ക്രോധമുണ്ട്. ക്രോധത്തെക്കുറിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞത് ഗീതയിൽ ഭഗവാനാണ്. ക്രോധാത് ഭവതി സമ്മോഹ, ക്രോധത്തിൽ നിന്ന് സമ്മോഹം, അറിവില്ലായ്മ. സമ്മോഹാത് സ്മൃതി വിഭ്രമ, അറിവില്ലായ്മയിൽ നിന്ന് ഓർമ്മക്കുറവ്. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ഓർമ്മക്കുറവിൽ നിന്ന് ബുദ്ധിനാശം. ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിനാശം സർവനാശമാണ്. അപ്പൊ ക്രോധം വരുമ്പോ നാം എടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഗുരുപരമ്പര പഠിപ്പിക്കുന്നത്, അങ്ങേയറ്റത്തെ ക്രോധം വരുമ്പോൾ തീരുമാനം എടുക്കരുത്, സ്നേഹവും കാമവും വർദ്ധിക്കുമ്പോൾ വാക്ക് കൊടുക്കരുത്. സ്നേഹം വർദ്ധിച്ചു പോയ ദശരഥ മഹാരാജാവ് കൈകേയിക്ക് വാക്ക് കൊടുത്തത് ഇഷ്ടമുള്ള വരം ചോദിച്ചോളൂ എന്നായിരുന്നു. കൈകേയി മറ്റൊരവസരത്തിൽ ചോദിച്ച വരം പ്രിയപുത്രനായ രാമനെ 14 കൊല്ലം കാട്ടിൽ പറഞ്ഞയച്ച് എന്റെ പുത്രനായ ഭരതനെ രാജാവാക്കണം എന്നായിരുന്നു. അപ്പം കാമാവേശത്താലും സ്നേഹാധിക്യത്താലും നാം കൊടുക്കുന്ന വാക്കുകൾ നമ്മുടെ ജീവൻ വരെ എടുത്തു കളയുവാൻ കാരണമായി തീരുന്നു. ദശരഥ മഹാരാജാവ് നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ദുർവാസാവ് മഹർഷി. അങ്ങേയറ്റം ദേഷ്യം വന്ന സമയത്ത് അദ്ദേഹം ശപിച്ചു ദേവന്മാരെ, ജരാനര ബാധിച്ചു പോയിക്കൊള്ളട്ടെ എന്ന്. ജരാനര, വാർദ്ധക്യം ബാധിച്ചു പോകട്ടെ എന്ന്. അതായത് താൻ കൊടുത്ത അമൂല്യമായ ലോകത്തിലെ വിശിഷ്ടങ്ങളായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ആ മാല ദേവേന്ദ്രന് കൊടുത്തപ്പോ ദേവേന്ദ്രൻ തന്റെ ഐരാവതത്തിന് കൊടുത്തു, ആനയ്ക്ക് കൊടുത്തു. ആന അത് നിലത്തിട്ട് ചവിട്ടി ഉടച്ചു കളഞ്ഞു. കുളി കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന മഹർഷി കണ്ടു. ഉടനടി ശപിച്ചു കളഞ്ഞു ദേവഗണങ്ങളെ മുഴുവൻ. അതായത് ദേവന്മാരുടെ രാജാവാണ് തെറ്റ് ചെയ്തത്. രാജാവ് ചെയ്യുന്ന തെറ്റ് ലോകത്തിന്റെയും രാഷ്ട്രത്തിന്റെയും തെറ്റായി മാറും. അതുകൊണ്ടാണ് ഭരണാധികാരികൾക്ക് തെറ്റുപറ്റാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത്. വ്യക്തിയുടെ തെറ്റുകളല്ല ഭരണാധികാരിയുടെ തെറ്റ്. അതുകൊണ്ട് ദേവേന്ദ്രൻ എന്ന രാജാവ് ചെയ്ത തെറ്റിന് ദേവന്മാർക്ക് മുഴുവൻ അനുഭവിക്കേണ്ടി വന്നു. ഒരു നിമിഷത്തെ കോപാധിക്യത്താൽ കാര്യം മനസ്സിലാകാതെ ദേഷ്യപ്പെട്ട് പ്രതികരിച്ചു പോയപ്പോൾ പാലാഴി മദനം ചെയ്യേണ്ടി വന്നു. കാളകൂട വിഷം ഭഗവാൻ പരമേശ്വരന് പാനം ചെയ്യേണ്ടി വന്നു. ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളെ ഉണ്ടാക്കുവാൻ കാരണം ദുർവാസാവ് മഹർഷിക്കുണ്ടായ കോപമായിരുന്നു എന്ന് ഈ സന്ദർഭം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം നാം നിശബ്ദത പാലിക്കേണ്ട 2 സന്ദർഭങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഒന്ന്,
വിഡ്ഢികളോട് സംവദിക്കുവാനോ വിഡ്ഢികളോട് തർക്കത്തിനോ നിൽക്കരുത്. നോ ആർഗ്യുമെന്റ്, നോ നെഗറ്റീവ്, ഓൺലി പോസിറ്റീവ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത് പാലിച്ചാൽ വളരെ നന്നാവും. ആർഗ്യുമെന്റ് ചെയ്ത് നമുക്ക് ആരോടും വാദിച്ച് ജയിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അവരവരുടേതായ ന്യായവാദങ്ങളുണ്ട്. ഏഷ്യാനെറ്റിലും മാതൃഭൂമിയിലും എല്ലാം നമ്മൾ ദിവസവും തർക്കം കാണുന്നു. ഏത് തർക്കം ഒന്നാമത്തെ ചാനലിൽ ഉന്നയിച്ച് പരാജയപ്പെട്ടവൻ ഇതേ വിഡ്ഢിത്തമാണ് രണ്ടാമത്തെ ചാനലിൽ പോയിട്ട് പറയുന്നത് എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. ആയതുകൊണ്ട് വിഡ്ഢികളോട് തർക്കമരുത്. ക്രോധം വർദ്ധിക്കുമ്പോൾ നിശബ്ദത പാലിക്കണം. ക്രോധം വർദ്ധിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക എന്ന് പറയുന്ന അപാരമായ സിദ്ധിയാണ്. അങ്ങേയറ്റം ദേഷ്യം വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ അത്ര മോശമായിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്താണ് ക്രോധത്തിനുള്ള കാരണമെന്ന് കണ്ടെത്തി ആ കാരണത്തെ ഇല്ലാതായി കളയണം. ഇപ്പൊ നമ്മൾ എല്ലാ ദിവസവും ക്രോധം ഉണ്ടാകുന്ന ഒരു കാരണം നമ്മളെ തേടി നമ്മുടെ വീട്ടിലോ നാട്ടിലോ സമാജത്തിലോ ഉണ്ട് എങ്കിൽ അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി ആ കാരണത്തെ ഇല്ലാതാക്കുവാൻ പരിശ്രമിക്കുമ്പോഴാണ് ആ ക്രോധത്തെ നമുക്ക് ജയിക്കുവാൻ കഴിയുന്നത്. ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില ബന്ധങ്ങൾ, ചില സംഭവങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ക്രോധത്തെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പൊ ആ സന്ദർഭങ്ങളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ക്രോധത്തെ പതുക്കെ പതുക്കെ ജയിക്കുവാൻ നമുക്ക് കഴിയും. ക്രോധാൽ ഭവതി സമ്മോഹ എന്ന് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് ക്രോധത്തിൽ നിന്ന് നമുക്ക് സർവനാശം സംഭവിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പൊ നിശബ്ദതയോടുകൂടി ക്രോധത്തെ നേരിടുവാൻ പറയുക എന്ന് പറയുന്നത് വലിയ ടാസ്കാണ്. സാധാരണക്കാരന് വളരെ വേഗം കഴിയുന്നതല്ല. എന്നാൽ അഭ്യാസേനതു കൗന്ദേയ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നത് എന്തും സാധ്യമാണ്. അസാധ്യമാവിൽ ഒന്നും മർത്യനു മനസ്സു വെച്ചീടിൽ പ്രസുപ്ത ശക്തി സ്രോതസ്സുകളെ തുറന്നു വിട്ടീടിൽ. അനന്തമായ ശക്തി സ്രോതസ്സുകളുടെ ഉറവിടങ്ങളാണ് ഓരോ മനുഷ്യനും. അപ്പൊ ആ മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി സ്രോതസ്സുകളെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നാൽ അസാധ്യമായതൊന്നുമില്ല. നമുക്ക് സാധ്യമാകുന്നതാണ്. വികാരങ്ങളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് സാമാന്യ ലോകത്ത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ വികാരങ്ങളെ പരിശീലനം കൊണ്ട് നിയന്ത്രിക്കുവാൻ കഴിയുമെന്ന് ആചാര്യ ചാണക്യൻ നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ ഋഷി പരമ്പര നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാളെ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ചിന്തിക്കുക, വിഡ്ഢികളുടെ മുന്നിൽ നിശബ്ദത പാലിക്കുക. അമിതമായ ദേഷ്യം വരുമ്പോൾ നിശബ്ദത പാലിക്കുക. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.